ഡിയേഴ്സ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിലെ 7th ചാപ്റ്റർ ആയ എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്നതിന്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ലിതോസ്ഫിയർ പഠിച്ചു അല്ലെ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണ്? ഹൈഡ്രോസ്ഫിയർ ആണ് കേട്ടോ. ഹൈഡ്രോസ്ഫിയർ. യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് 2/3 of the surface of the earth is water. Water in liquid state is found in oceans, rivers, lakes and streams on the earth's surface and below it as well. While water is found in solid state in polar region and atop high mountains, it exists as water vapor and water droplets in the atmosphere. Water found on the earth in the said forms is called the hydrosphere. അല്ലെ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോസ്ഫിയർ ആണ് അല്ലെ. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം അല്ലെ, ജലമണ്ഡലം എന്നാണ് പറയുക അല്ലെ. അപ്പൊ എന്താണ്? ഈ എർത്ത് സർഫേസിന്റെ മുന്നിൽ 2/3 ഭാഗം എന്താണ്? ജലമാണെന്ന് നമുക്ക് അറിയാം അല്ലെ. ഈ അതുപോലെ ഓഷ്യൻസ്, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ് അല്ലെ. എന്താണ്? ഓഷ്യൻ സമുദ്രം അല്ലെ, റിവർ എന്ന് പറഞ്ഞാൽ പുഴ അല്ലെ, ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകം, പിന്നെന്താ സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവികൾ അല്ലെ. ഇവയെ കൂടാതെ എന്താ? ഭൂമിയുടെ ഉള്ളിൽ എന്തുണ്ട്? വെള്ളം ലിക്വിഡ് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താണ് പറയുന്നത്? വൈൽ വാട്ടർ ഇസ് ഫൗണ്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻ പോളാർ റീജിയൻസ് ആൻഡ് അറ്റോപ്പ് ഹൈ മൗണ്ടെയ്ൻസ് അല്ലെ. എന്താണ് ഇവിടെ? ഈ ധ്രുവ പ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളിലും അല്ലെ, പോളാർ റീജിയനിലും പിന്നെന്താണ് ഹൈ മൗണ്ടെയ്ൻസ്, ആ പർവ്വതങ്ങളുടെ മുകളിലും എന്താണ്? ഈ വെള്ളം ഉറഞ്ഞ് എന്താണ്? സോളിഡ് രൂപത്തിൽ സ്ഥിതി ചെയ്യാണ് അല്ലെ. അത് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് എന്താണ്? വാട്ടർ വേപ്പർ ആയും പിന്നെന്താ ഡ്രോപ്ലെറ്റ് ആയും അറ്റ്മോസ്ഫിയറിൽ നിലകൊള്ളുന്നുണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? ഇവിടെ വെള്ളം എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ട്? ഓഷ്യൻസിലും റിവേഴ്സിലും ലേക്സും സ്ട്രീംസിലും ഒക്കെ, പിന്നെ അതുപോലെ എർത്ത് സർഫേസിന്റെ മേലെയും അതുപോലെ അതിന് താഴെയൊക്കെ ഉണ്ട് അല്ലെ, ഉള്ളിലൊക്കെ ഉണ്ട്. അതുപോലെ എന്താണ്? വെള്ളം സോളിഡ് സ്റ്റേറ്റിലായിട്ട് അല്ലെ, എവിടെയാണ്? പോളാർ റീജിയണിലും ഹൈ മൗണ്ടെയ്ൻസിന്റെ മേലെയൊക്കെ ഉണ്ട് അല്ലെ. ഇറ്റ് എക്സിസ്റ്റ് ആസ് വാട്ടർ വേപ്പർ. എന്താണ് അവിടെ? ഈ ഇത് നിൽക്കുന്ന എങ്ങനെയാണ്? വാട്ടർ വേപ്പർ ആയിട്ടും ഡ്രോപ്ലെറ്റ് ആയിട്ടും അറ്റ്മോസ്ഫിയറിൽ നിലകൊള്ളുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ഈ മൗണ്ടൈന്റെയും പോളാർ റീജിയന്റെ ഒക്കെ മുകളിൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അല്ലെ. അത് പിന്നെന്താ? അറ്റ്മോസ്ഫിയറിലോ വാട്ടർ വേപ്പർ ആയിട്ടും വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ടും അറ്റ്മോസ്ഫിയറിലും നിൽക്കുന്നുണ്ട് അല്ലെ. എന്താണ്? ഈ അന്തരീക്ഷത്തിൽ ഇത് വാട്ടർ വേപ്പർ ആയിട്ടും ഡ്രോപ്ലെറ്റ് ആയിട്ടും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അതുപോലെ വാട്ടർ ഫൗണ്ട് ഓൺ എർത്ത് ഇൻ ദ സെഡ് ഫോംസ് ഈസ് കോൾഡ് ദ ഹൈഡ്രോസ്ഫിയർ അല്ലെ. അത് പിന്നെന്താണ്? മേൽ പറഞ്ഞ ഈ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് എന്ത്? ഹൈഡ്രോസ്ഫിയർ. അപ്പൊ 3 ടൈപ്പ് ഏതാ നമ്മൾ പറഞ്ഞത്? അതായത് വെള്ളം എന്താ? ലിക്വിഡ് സ്റ്റേറ്റിൽ ഓഷ്യൻസിലും റിവേഴ്സിലും ലേക്സിലും സ്ട്രീംസിലും അതുപോലെ എർത്ത് സർഫേസിലും എർത്തിന്റെ ബിലോയിലും ഒക്കെ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലെ, ഒരു സ്റ്റേറ്റ് അതിലെ ഒരു ഇത് ഒന്നത്. പിന്നെ വെള്ളം എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ്, പോളാർ റീജിയനിലും ഹൈ മൗണ്ടെയ്ൻസിന്റെ മുകളിലൊക്കെ ഈ സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അല്ലെ. പിന്നെന്താണ്? വാട്ടർ വേപ്പറും വാട്ടർ ഡ്രോപ്ലെറ്റും ആയിട്ട് അറ്റ്മോസ്ഫിയറിലും നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 3 സ്ഥലത്തായിട്ട് എന്താണ്? വെള്ളം എർത്തില് വെള്ളമുണ്ട് അല്ലെ. ഇതിനെയാണ് എന്ത്? ഹൈഡ്രോസ്ഫിയർ അല്ലെ. ഈ 3 സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇതാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്നുള്ള ഇത് വരുന്നത് അല്ലെ. അപ്പൊ മനസ്സിലായില്ല എന്താണ് പറഞ്ഞത്? അപ്പൊ ഒന്നും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ എന്താണെന്ന് നോക്കാം നമുക്ക്. പ്രീഷ്യസ് ഫ്രഷ് വാട്ടർ. എന്താണ് പ്രീഷ്യസ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്? എന്താണ് പ്രീഷ്യസ് എന്ന് പറഞ്ഞാല് മക്കളെ? പ്രീഷ്യസ് എന്ന് പറഞ്ഞാല് അമൂല്യമായ അല്ലെ, ഫ്രഷ് വാട്ടർ അല്ലെ, ശുദ്ധജലം. ഫ്രഷ് വാട്ടർ ഈസ് ഇന്റഗ്രൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഈവൻ ദോ 2/3 of the surface of the earth is water. Only 3% of it is fresh water. Do you know that less than 1% of fresh water is available for human consumption? This scarce quantity of water is obtained from rivers, ponds, lakes, wells, etc. Rest of the water is found in solid state in polar regions and atop mountains. നമ്മൾ പറഞ്ഞു അല്ലെ, there are many limitations in using underground water അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഫ്രഷ് വാട്ടർ എന്താണ്? അത്യാവശ്യമാണ് അല്ലെ. ഭൂമിയുടെ 2/3 ഭാഗം ജലമാണെങ്കിലും
അതിലെന്താണ് 3% മാത്രമാണ് എന്ത് പ്യുവർ വാട്ടർ ഉള്ളത് അല്ലെ. 3% മാത്രമേ എന്തുള്ളൂ പ്യുവർ വാട്ടർ ഉള്ളൂ അല്ലെ. കുടിക്കാനുള്ള വെള്ളം ശുദ്ധജലം എന്താണ് 3% മാത്രമേ ഉള്ളൂ അല്ലെ. അതുപോലെ എന്താണ് നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഈ ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം 1%-ത്തിലും താഴെയാണ് അല്ലെ. എന്താണ് അപ്പൊ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന 1%-ത്തിലും താഴെയാണ് അല്ലെ. ബാക്കി ജലം മുഴുവൻ എന്താണ് ഈ പോളാർ റീജിയനിലും പിന്നെ അതുപോലെ ഈ മൗണ്ടൻസിന് മുകളിലൊക്കെ ആയിട്ട് എന്താണ് ഉറഞ്ഞു കിടക്കുകയാണ് അല്ലെ. ഐസായിട്ട് കിടക്കുകയാണ് അല്ലെ. ഭൂമിക്കടിയിലുള്ള ജലവും മനുഷ്യന് ഉപയോഗത്തിനെടുക്കാൻ പലയിടത്തും ഏറെ പരിമിതികളുണ്ട് അല്ലെ. അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഇപ്പൊ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം എടുക്കാനും മനുഷ്യന് എന്താണ് ഏറെ പരിമിതികളുണ്ട് അല്ലെ. വാട്ടർ സ്കാർസിറ്റി എന്താണ്? വാട്ടർ സ്കാർസിറ്റി എന്താണ്? വാട്ടർ ജല ദൗർലഭ്യം ഇല്ലാതായ്മ അല്ലെ. ജലം ഇല്ലായ്മ അല്ലെ. You have understood that man's indiscreet interventions on nature leads to water scarcity. There is already a shortage of fresh water. Man's unscientific interventions make it all the more scarce. Are the freshwater sources of your locality being polluted? Don't you want to know how these are polluted? Let us have a study on that. The project should include major source of fresh water in the region, sources of pollution, effects of pollution on man and other animals, solutions. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ സ്കാർസിറ്റി അല്ലെ, വെള്ളം കിട്ടായ്മ അല്ലെ, പ്രകൃതിയിൽ ജല ദൗർലഭ്യം. ഓക്കെ, പ്രകൃതിയിൽ മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ എന്താണ് വെള്ളം ജല ദൗർലഭ്യത്തിന് കാരണമാകുന്നുണ്ട് അല്ലെ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വതവേ എന്താണ് ദുർലഭമായ ഒന്നാണ് എന്ത്? ശുദ്ധജലം അല്ലെ. തീരെ കിട്ടാത്ത ഒന്നാണ് എന്ത്? ശുദ്ധജലം. മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് ശുദ്ധജലം തികച്ചും കിട്ടാക്കനിയായി മാറുകയാണ് അല്ലെ. ഈ മനുഷ്യൻ എന്താണ് അൺസയന്റിഫിക് ഇന്റർവെൻഷൻ കാരണം എന്താണ് ഒരുപാട് ശുദ്ധജലം കിട്ടാതെ ആയി പോവാണ് നമുക്ക് അല്ലെ. ആർ ദ ഫ്രഷ് വാട്ടർ സോഴ്സസ് ഓഫ് യുവർ ലൊക്കാലിറ്റി ബീങ് പൊല്യൂട്ടഡ്? എന്താണ് നിങ്ങളുടെ നാട്ടിലെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നുണ്ടോ? ഡോണ്ട് യു വാണ്ട് ടു നോ ഹൗ ദീസ് ആർ പൊല്യൂട്ടഡ്? ഇവ എങ്ങനെയാണ് മലിനമാക്കുന്നതെന്ന് അറിയണ്ട നിങ്ങൾക്ക്? ലെറ്റ് us have a study on that അല്ലെ. ഇതിനായി ഒരു പഠനം നമുക്ക് നടത്താം അല്ലെ. The project should include എന്താണ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ റീജിയൻ. എന്താണ് നാട്ടിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകൾ എന്താന്നുള്ളത് അത് വെച്ചിട്ട് പഠനം നടത്തുക. സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, പിന്നെന്താണ് ഈ പൊല്യൂഷൻ വരുന്ന ഉറവിടങ്ങൾ അല്ലെ. ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ ആനിമൽസ് അല്ലെ. ഈ പൊല്യൂഷൻ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ. സൊല്യൂഷൻസ്, അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ, അതൊക്കെ എന്തൊക്കെ ഉൾപ്പെടുത്തി എന്താക്കുക നമുക്കൊരു പഠനം നടത്തണം അല്ലെ. എങ്ങനെയാണ് മലിനമാക്കപ്പെടുന്നതെന്നും അതുപോലെ നമ്മളെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്താക്കണം, കുറിച്ച് ഇനി ശ്രദ്ധിക്കണം അല്ലെ. അപ്പം എന്താണ് മലിനമാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പഠനം നടത്തുന്നത്. ആ പഠനത്തിൽ എന്തൊക്കെയാണ്, ആ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? നാട്ടിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിലും പിന്നെ മലിനീകരണ ഉറവിടങ്ങളിലും മലിനീകരണം മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്താക്കുക ഒരു പഠനം നടത്തുക. ഓക്കെ, നോക്കൂ. ദ റെയിൻ വാട്ടർ ദാറ്റ് റൺസ് ഓഫ് എന്താണ് ഒഴുകി യകലുന്ന മഴവെള്ളം അല്ലെ. മഴവെള്ളം എന്താണ്? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് that a major chunk of rain water falling on the western Ghats reaches the sea within 2 days. എന്താ മക്കളെ പറയുന്നത്? ഈ പശ്ചിമഘട്ടത്തിൽ വെസ്റ്റേൺ ഗാറ്റ്സിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിലെത്തുന്നു എന്നാണ് കണക്ക് അല്ലെ. ഈ വെസ്റ്റേൺ ഗാറ്റ്സിൽ പെയ്യുന്ന മഴ ഉണ്ടല്ലോ, ആ മഴവെള്ളം എന്താണ് ആ മഴവെള്ളത്തിൽ നല്ലൊരു പങ്കാണ് എന്താണ് 2 ദിവസത്തിനകം കടലിലേക്ക് എത്തുന്നുണ്ട് അല്ലെ എന്നാണ് കണക്ക്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സസ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിംഗ് മാൻ അല്ലെ. എന്താണ് ഈ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നാം ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അല്ലെ. എന്താണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ഫ്രഷ് വാട്ടർ അല്ലെ. അത് നമ്മളെ എല്ലാരെയും കടമയാണ് അല്ലെ. ലെറ്റ് us create awareness among the public regarding the need for protecting fresh water sources
ഓർഗനൈസ് എ മാർച്ച് ഓൺ വാട്ടർ കൺസർവേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് യുവർ ടീച്ചർ. എന്താണ് ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് എന്താണ് വാട്ടർ സോഴ്സ് സംരക്ഷിക്കുന്നതിന് ആവശ്യതയെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കണം അല്ലെ, അവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കണം ഈ വാട്ടർ സോഴ്സ് സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് അല്ലെ. വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എന്താ റിവർ, ലേക്ക്, വെല്ല്, പിന്നെ സ്ട്രീം, അങ്ങനത്തെ ഇതൊക്കെ എന്താണ് വാട്ടർ സോഴ്സ് ആണ് അല്ലെ. അതൊക്കെ നമ്മൾ എന്താക്കണം, സംരക്ഷിക്കണം അല്ലെ. ഇതിനായി അധ്യാപകന്റെ നേതൃത്വത്തിൽ ഒരു ലീഡർഷിപ്പ് എന്താണ് ടീച്ചറിന്റെ ലീഡർഷിപ്പിൽ എന്താക്കണം, ഒരു മാർച്ച് നടത്തണം, ഒരു ജാഥ നടത്തുക അല്ലെ, വാട്ടർ കൺസർവേഷനെ കുറിച്ചിട്ട് അല്ലെ, ജലസംരക്ഷണ ജാഥ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ്. എന്താണ് സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? വേണം നമുക്കൊരു ശാസ്ത്രീയ സ്ഥല ജലപരിപാലനം അല്ലെ. നമുക്ക് എന്താണ് ശാസ്ത്രീയ സയന്റിഫിക് ആയിട്ടുള്ള ഒരു വാട്ടർ മാനേജ്മെന്റ് വേണം അല്ലെ. നമുക്കൊരു ശാസ്ത്രീയ സ്ഥല ജലപരിപാലനം വേണം. എന്താണ് പ്രൊമോട്ട് ടെറസ്ഡ് ഫാമിങ്സ്. എന്താണ് കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. കണ്ടോ ചിത്രത്തിൽ കണ്ടില്ലേ, ടെറസ്ഡ് ഫാമിംഗ് അല്ലെ, കുന്നിൻ ചെരുവാണ് അല്ലെ. ഇത് മഴ പെയ്താലും ഈ തട്ടുകളില്ലെങ്കിൽ വെള്ളം ഇങ്ങനെ താഴോട്ടേക്ക് ഒലിച്ചു പോകും അല്ലെ. അപ്പൊ ഇതിനെ തട്ടുകളാക്കി മാറ്റിയാൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നത് കണ്ടില്ലേ അല്ലെ. അപ്പൊ പ്രൊമോട്ടഡ് ടെറസ്ഡ് ഫാമിംഗ് അല്ലെ, എന്താ കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി സംരക്ഷിക്കുക അല്ലെ. പിന്നെന്താണ് പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ പിടിപ്പിക്കുക അല്ലെ. എന്താണ് പ്രൊമോട്ട് ടെറസ്ഡ് ഫാമിംഗ് അല്ലെ. പിന്നെന്താ കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട് ആൻഡ് അർക്കാനട്ട് ദാറ്റ് ഹാവ് ഫൈബ്രസ് റൂട്ട്സ് അലോങ് ദ റോക്കി ഹിൽ സ്റ്റോപ്സ് വിത്ത് ഷാലോ സോയിൽ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ ഈ മലനിരകളിലുണ്ടല്ലോ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം എന്താക്കുക, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താക്കുക, ജലപരിപാലനം നടത്താൻ പറ്റും. പിന്നെ എന്താണ് ഇവിടെ ക്വെൻച്ചിങ് ദ തേഴ്സ്റ്റ് ഓഫ് സോയിൽ. എന്താണ് ഇവിടെ മണ്ണിന്റെ ദാഹം മാറ്റാം. എങ്ങനെയാണ്? മോസ്റ്റ് ഹൗസസ് ഹാവ് കോൺക്രീറ്റ് കോർട്ട്യാർഡ്സ് അല്ലെ. ഇപ്പൊ എന്താണ് നമ്മളിൽ പലരും വീടിന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. സം പേവ് their courtyards with tiles. They are permanently blocking the chances of water to percolate underground. Instead of this, layer rock pieces. Grass can be grown in the spaces between the rock pieces. It will be pleasing to the eyes and there will be no hindrance for water to percolate. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിൽ പലരും എന്താണ് കോൺക്രീറ്റ് കോർട്ട്യാർഡ് അല്ലെ, കോൺക്രീറ്റ് വീടിന്റെ മുറ്റം എന്താ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ചിലർ തറയോട് പാകുന്നു അല്ലെ. ചിലർ എന്താക്കുന്നത് ഈ ടൈൽസ് പാകുന്നുണ്ട് അല്ലെ. ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങാനുള്ള അവസരമാണ് എന്ത് അവർ എന്നേക്കുമായി അടച്ചു കളയുന്നത് അല്ലെ. അതിന് പകരം കരിങ്കൽ ചീളുകൾ പാകുക. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ലെയർ റോക്ക് പീസ് അല്ലെ, കരിങ്കൽ ചീളുകൾ പാകുക. അവയ്ക്കിടയിൽ പുല്ല് വെച്ച് എന്താ പിടിപ്പിക്കുക അല്ലെ. അവയ്ക്കിടയിൽ എന്താക്കുക, പുല്ല് വെച്ച് പിടിപ്പിക്കുക. കാഴ്ചക്ക് ഭംഗിയുമുണ്ട്, വെള്ളത്തിന് മണ്ണിലേക്ക് താഴുന്നതിന് തടസ്സവുമില്ല അല്ലെ. അപ്പൊ കാഴ്ചക്ക് നല്ല ഭംഗിയുമുണ്ട്, എന്താണ് വെള്ളം മണ്ണിലേക്ക് താഴുകയും ചെയ്യും അല്ലെ. ഇങ്ങനെ ഈ റോക്ക് പീസിന്റെ ഇടയിൽ പുല്ലും നട്ടു കൊടുത്താൽ എന്താണ് അടിയിലേക്ക് വെള്ളം പോവും അല്ലെ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് നോക്ക് മാനേജ്മെന്റ് അല്ലെ, സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി മാറ്റിയ അല്ലെ, ടെറസ്ഡ് ഫാമിംഗ്. പിന്നെ കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട് ആൻഡ് അർക്കാനട്ട് ദാറ്റ് ഹാവ് ഫൈബ്രസ് റൂട്ട്സ് അലോങ് ദ റോക്കി ഹിൽ സ്റ്റോപ്സ് വിത്ത് ഷാലോ സോയിൽ അല്ലെ. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ ഈ മലനിരകളിൽ എന്താണ് തെങ്ങും കവുങ്ങും തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം എന്താക്കുക, സ്ഥിരമായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെന്താ ഇവിടെ പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാം അലോങ് ഹിൽ സ്റ്റോപ്സ്. എന്താണ് ഈ മലഞ്ചെരിവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം എന്താക്കുക, അതാതിടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക അല്ലെ. എന്താണ് ഈ മലഞ്ചെരിവുകളിലെ നീർച്ചാലുകളിൽ ഉണ്ടല്ലോ, അതായത് മലഞ്ചെരിവുകളിലെ വെള്ളം പോകുന്ന ഈ ഭാഗത്ത് അല്ലെ, അവിടേക്ക് എന്താ ചെയ്യേണ്ടത്? ഈ
കോൺക്രീറ്റ് തടയണകൾക്ക് പകരം എന്താക്കുക, ഈ ഡാം കിട്ടുന്നില്ലേ അല്ലെ, ഇപ്പൊ എന്താണ് അത് കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതിടത്ത് എന്താക്കുക, അവിടെ കിട്ടുന്ന കല്ലും തടിയും മുതലായവ കൊണ്ട് എന്താക്കുക, ഈ ബ്ലോക്ക് ചെയ്യുക, തടയണകൾ കെട്ടുക കേട്ടോ. കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ കിട്ടുന്ന കല്ലും തടി മരക്കഷ്ണങ്ങൾ അതിനെ കൊണ്ടൊക്കെ എന്താക്കുക, തടയണകൾ നിർമ്മിക്കുക. ഓക്കെ. പിന്നെന്താ, കൺസ്ട്രക്ട് എർത്തേൺ വാൾസ് ഫോർ സോയിൽ കൺസർവേഷൻ. എന്താണ്, മണ്ണ് സംരക്ഷണ കയ്യാരകൾ നിർമ്മിക്കുക. കയ്യാരകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താക്കുക, നിങ്ങള് എന്താക്കേണ്ടത്, മണ്ണ് സംരക്ഷണ കയ്യാരകൾ നിർമ്മിക്കുക അല്ലെ. അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടപ്പിയോക്ക, യാം എക്സെട്ര ഓൺ സ്റ്റീപ്പ് സ്ലോപ്സ് സിൻസ് ദീസ് ക്രോപ്സ് റിക്വയർ ഫ്രീക്വന്റ് ടൈലിംഗ്. എന്താണ്, ഈ ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുക. എന്താണ്, ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ എന്താക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഓക്കെ. പിന്നെന്താ, പ്ലാന്റ് ട്രീസ് ഓൺ എ ബാരൻ ലാൻഡ് അല്ലെ, തരിശായിടങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഡു നോട്ട് ഡംപ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ് അല്ലെ. പിന്നെന്താണ്, ഈ വീട്ടിലുള്ളതും അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള മാലിന്യങ്ങളൊക്കെ എന്താണ്, ഈ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക അല്ലെ, അവിടേക്ക് തള്ളാതിരിക്കുക. പ്രൊട്ടക്ട് പാഡി ഫീൽഡ്സ്, പോൺസ്, ലേക്സ് ആൻഡ് റിവേഴ്സ് ബാങ്ക്സ് ഫ്രം റിക്ലമേഷൻ അല്ലെ. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക അല്ലെ. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ശാസ്ത്രീയ പരിപാലനം അല്ലെ, ജലപരിപാലനം ഇതാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വെള്ളം എന്താണ് കാത്തു സൂക്ഷിക്കുക അല്ലെ. You must be wondering whether the above said activities are possible in our country. We have before us the example of SCARCITY of Maharashtra, a village with low rainfall which was made habitable by the activities of villagers. എന്താണ്, നമ്മുടെ നാട്ടിൽ മേൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ ഇന്ന് സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. മഹാരാഷ്ട്രയിലെ മഴ കുറഞ്ഞൊരു ഗ്രാമമായ SCARCITYയിൽ മനുഷ്യരുടെ പ്രവർത്തനം ആ ഗ്രാമത്തെ വാസയോഗ്യമായി മാറ്റിയ ഒരു അനുഭവ പാഠം നമുക്ക് മുന്നിലുണ്ട് അല്ലെ. എന്താണ് ആ സ്റ്റോറി നമുക്ക് നോക്കാം അല്ലെ. എന്താണ്, സക്സസ് സ്റ്റോറി ഓഫ് എന്താണ് SCARCITY അല്ലെ. SCARCITYയിലെ ഒരു വിജയഗാഥ അല്ലെ. എന്താണ്, SCARCITY is a small village in the Ahmednagar district of Maharashtra. It has an average annual rainfall of less than 50 centimeter and that too is irregular. Groundwater level more than 20 meter below the surface wells that start drying when the summer begins. Severe water scarcity, high rate of soil erosion, lack of vegetative cover, unstable agricultural production due to the dependence on rainfall. Unemployment and poverty were the story of SCARCITY till 1975. എന്താണ് ഇവിടെ പറയുന്നത്, ഈ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട SCARCITY എന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്റർ താഴെ മാത്രമാണ് അവിടെ മഴ കിട്ടുക വർഷത്തില്. അത് തന്നെ സ്ഥിരമായി ലഭിക്കാറുമില്ല അല്ലെ, അതന്നെ കിട്ടാറുമില്ല, സ്ഥിരമായി ലഭിക്കാറുമില്ല അല്ലെ. ഈ ഉപരിതലത്തിൽ നിന്ന് 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണർ അല്ലെ, പിന്നെ കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യാവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിളവ് അല്ലെ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊക്കെയായിരുന്നു 1975 മുമ്പുള്ള SCARCITYയുടെ ചരിത്രം. ഇതായിരുന്നു അല്ലെ. എന്താണ്, ലാക്ക് ഓഫ് വെജിറ്റേറ്റീവ് കവർ, അൺസ്റ്റേബിൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്, പിന്നെന്താണ് സോയിൽ ഇറോഷന്, വാട്ടർ സ്കാർസിറ്റി, ഇതൊക്കെ തന്നെ ഇത് 1975 മുന്നേ ഉള്ള ഈ SCARCITYന്റെ ഒരവസ്ഥ ഇതായിരുന്നു അല്ലെ. അവിടെ 50 സെന്റിമീറ്റർ തന്നെ മഴ കിട്ടുള്ളൂ, എല്ലാ വർഷവും കിട്ടാറുമില്ല അല്ലെ. പിന്നെന്താണ്, വെള്ളം സമ്മർ ആവുന്നോടെ എന്താക്കും, ഈ വെള്ളം കിണർത്ത വെള്ളമൊക്കെ ഇല്ലാതാവും അല്ലെ. അതാണ് അവസ്ഥ. ശ്രീ ബാബു റാവു ഹസാർ, who retired from military service in 1975, organized the village youth for the development of SCARCITY. He created public awareness on various agricultural development projects of the government. He searched for better agricultural practices and tried discussing them with the villagers. എന്താണ്, 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച നാട്ടിലെത്തിയ ശ്രീ ബാബു റാവു
ബാബു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. കാർഷിക വൃത്തി പരിപോഷിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. അല്ലെ, കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും ഒപ്പം എന്താണ് അവ കൂട്ടായി കൂട്ടായി ചർച്ച ചെയ്തതിന് അവർ ശ്രമിച്ചു. അല്ലെ. It was then decided to cultivate onions instead of sugarcane, which require more water. They discouraged the construction of private wells. Instead of importance was given to public wells. Today the village has 7 public wells and plenty of water. They have minor irrigation projects to supply water all over the village. People planted a lot of trees throughout the village. എന്താണ്, അമിതമായി ജലം ആവശ്യമുള്ള കരിമ്പിന് പകരം എന്താക്കുക, ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി. അല്ലെ, എന്താണ് പ്രൈവറ്റ് ആയിട്ട് ഉള്ള ഇത് അല്ലെ, ഓരോരുത്തർക്കും ഓരോ കിണർ എന്നുള്ളത് എന്താക്കി, അത് കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി, വേണ്ട എന്നുള്ളതാക്കി. അല്ലെ, പകരം പൊതു കിണറുകൾ പ്രാധാന്യം നൽകി. അല്ലെ, എന്താണ് പബ്ലിക് വെൽസ് എന്താക്കി പ്രാധാന്യം നൽകി. ഇന്ന് അവർക്ക് 7 പൊതു കിണറുകളുണ്ട്. അല്ലെ, അവർക്ക് ഇന്ന് 7 പൊതു കിണറുകളുണ്ട്. അല്ലെ, പബ്ലിക് വെൽസ് ഇന്നുണ്ട്. അവയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഗ്രാമത്തിൽ എവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളുണ്ട്. അല്ലെ, ഗ്രാമത്തിൽ എവിടേക്കും വെള്ളം എത്തിക്കാനുള്ള ചെറിയ ജലസേചന സംവിധാനങ്ങളുമുണ്ട്. പിന്നെന്താണ്, soil conservation has become a part of their life. Today the village has an intermediate college, schools, cooperative societies and other facilities. മണ്ണ് സംരക്ഷണം അവരുടെ ജീവിതത്തിൽ തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു. അല്ലെ, ജനങ്ങൾ ഗ്രാമത്തിലെമ്പാടുമായി ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു. അല്ലെ, ഇന്ന് അവിടെ ഒരു ഇന്റർമീഡിയറ്റ് കോളേജ്, സ്കൂളുകൾ, സഹകരണ സംഘങ്ങൾ, മറ്റു ജീവിത സൗകര്യങ്ങൾ ഇവിടെ ഇവയൊക്കെ അവിടെ ഉണ്ട്. അല്ലെ, now the Relangan Siddhi is a story of success. അല്ലെ, അപ്പൊ എന്താണ് ഈ റെലങ്കൻ സിദ്ധിയില് ഈ സ്റ്റോറി എന്താണ്, സക്സസ് ആണ്. അല്ലെ, അപ്പൊ എന്താണ്, അവിടെ ഒന്നും ഉണ്ടാകാത്തൊരു സ്ഥലമായിരുന്നു. അല്ലെ, അപ്പൊ ആൾക്കാർ വിചാരിച്ചപ്പോ എന്തായി, അവിടെ വെള്ളവും കിട്ടി, എല്ലാം കിട്ടി. അല്ലെ, അപ്പൊ നമ്മൾ എന്താക്കണം, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, അല്ലെ, ആ താമസിക്കുന്ന അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അല്ലെ, ഓക്കെ. ഇനി നോക്കൂ, അപ്പൊ ഇനി അടുത്തത് അറ്റ്മോസ്ഫിയർ ആണ്. അത് ഞാൻ ടീച്ചർ അടുത്ത ഭാഗം എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഹൈഡ്രോസ്ഫിയർ നന്നായി മനസ്സിലാക്കുക. ഈ ഭാഗം സിമ്പിൾ ആണ്. അല്ലെ, വെള്ളത്തിൻ്റെതാണ് ഇവിടെ മുഴുവൻ പറയുന്നത്. അല്ലെ, ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളമാണ്. അല്ലെ, ജലമണ്ഡലാണ്. അപ്പൊ അത് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇവിടെ ക്ലാസ് നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ അതിന് മുന്നേ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.